പ്രിയയുടെ ദൈവത്തിന് സ്തുതി. എത്രയും ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, പോളച്ചൻ, മാലിയിലച്ചൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിതാ വീണ്ടും ഒരു ദുഃഖ വെള്ളിയാഴ്ച ഭയത്തോടും വിഹ്വലതയോടും കൂടെ ഇതാ ഒരിക്കൽ കൂടി ഞാൻ ഈ കുരിശിൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഓരോരുത്തരുടെയും ആന്തരിക ജീവിതത്തിൻ്റെയും ആത്മീയതയുടെ വസന്തകാലത്തേക്കുള്ള യാത്രയായിരുന്നല്ലോ ഈ കഴിഞ്ഞ നോമ്പുകാല ദിനങ്ങൾ. കേവലം ഭക്ഷണ ക്രമീകരണം മാത്രമായി ഒതുങ്ങാതെ യെശയ്യാ പ്രവചനം പോലെ നമ്മുടെ നുകങ്ങളെ എടുത്തു മാറ്റുവാനും കെട്ടുകളെ അഴിക്കുവാനും ഉണ്ടായിരുന്ന അവസരം, പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കുവാൻ സത്യം ധരിച്ചും നീതി എന്ന കവചത്താൽ പൊതിഞ്ഞും വിശ്വാസം എന്ന പരിചയെടുത്തും നിൽക്കുന്ന ദൈവമക്കൾക്ക് രക്ഷ എന്ന ശിരോവസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും നൽകി ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനേക്കാൾ വലിയവൻ നമുക്കായി മുൾമുടി ചൂടിയ ദിവസം. ഇതാ നമ്മുടെ അരുമനാഥൻ കുരിശിലേറിയ ദിനം. നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എവിടെയാണവൻ കുരിശിലേറിയത്? രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഇന്നും യേശു പലപ്പോഴും ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എവിടെയാണെന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും കള്ളത്തരങ്ങളുടെ നടുവിൽ. പീലാത്തോസിൻ്റേതുപോലെ അധികാരങ്ങൾ അഹങ്കാരമാകുമ്പോൾ നമ്മുടെ വാക്കുകളിൽ നിന്ന് പ്രവർത്തികളിൽ നിന്ന് കൈ കഴുകി പോകുമ്പോൾ ഇതാ ക്രിസ്തു വീണ്ടും വീണ്ടും ക്രൂശിക്കപ്പെടുന്നു. പിന്നെയും നമ്മുടെ മുഖഭാവങ്ങൾ, നമ്മുടെ ആംഗ്യങ്ങൾ എവിടെയാണോ ദുർവ്യയം ചെയ്യപ്പെടുന്നത് അവിടെയെല്ലാം ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നു. മുഖത്തെ പുഞ്ചിരി ഉള്ളിലെ കലുഷിതമായ അന്തരീക്ഷത്തെ മറയ്ക്കുമ്പോൾ, സ്നേഹിത എന്ന് പറഞ്ഞ് ആലിംഗനം ചെയ്തുകൊണ്ട് സഹോദരങ്ങളെ ഒറ്റുകൊടുക്കുമ്പോൾ യേശു പിന്നെയും പിന്നെയും ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മരണം മണക്കുന്ന കാൽവറി താഴ്വരയിലേക്ക് നോക്കുമ്പോൾ 3 കുരിശുകൾ നമുക്ക് കാണാം. ഒന്ന്, ജീവൻ പ്രദാനം ചെയ്യുന്ന നമ്മുടെ രക്ഷകന്റെ കുരിശ്. 2, പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും കുരിശ്. 3, നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും കുരിശ്. രക്ഷയുടെ കുരിശും അനുതാപത്തിൻ്റെ കുരിശും നിന്ദയുടെയും ആക്ഷേപത്തിൻ്റെ കുരിശും കാൽവറിയിൽ ഒരുമിച്ചാണ് ഉയർന്നത്. മധ്യത്തിൽ ഉയർന്ന രക്ഷാകരമായ ആ കുരിശിനെ നമുക്ക് പുറകിലും മുൻപിലും നിന്ന് ഒന്ന് നോക്കാം. ആ കുരിശിന്റെ നിർമ്മാതാവ്, അതിൻ്റെ ശില്പി ആരായിരുന്നു? അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയായിരുന്നു. ആ കുരിശ് അവൻ പണിയാൻ തുടങ്ങിയത് 2 or 3 ദിവസം കൊണ്ടല്ല, മറിച്ച് താൻ ജഡധാരണം ചെയ്യാൻ തീരുമാനിച്ച നാളിൽ തന്നെ അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അത് മനോഹരമായി പരിശുദ്ധനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൻ്റെ വേഷം മുറുകെ പിടിക്കാതെ ദാസവേഷം സ്വീകരിച്ച് കുരിശിലെ മരണത്തോളം അനുസരണയുള്ളവനായി തീരുവാൻ അവൻ തയ്യാറായി. ആദിമ മനുഷ്യനോട്, അതെ, ദൈവത്തിൻ്റെ തേജസ്സും മഹത്വവും അണിഞ്ഞ ആദ്യ മനുഷ്യനോട് ദൈവം ചോദിക്കുന്നു, ആദമേ, നീ എവിടെയാണ്? അത് ഉടനെ തന്നെ ഉത്തരവും കിട്ടി, ഞാൻ ഒളിച്ചിരിക്കുകയാണ്, തന്നെയുമല്ല ഞാൻ നഗ്നനുമാണ്. ആരും കാണാതെ നഗ്നനായതുകൊണ്ട് ആദാം മരത്തിന്റെ പിറകിൽ ഒളിച്ചുവെങ്കിൽ ഇവിടെ ഇതാ ഇന്ന് സകല ലോകവും കാണും വിധം നഗ്നനായി ദൈവപുത്രൻ മരത്തിന്മേൽ കിടക്കുന്നു.
ആദ്യത്തേത് ദൈവത്തിൻ്റെ കൈപ്പണിയായ മനുഷ്യനായിരുന്നുവെങ്കിൽ ഇവിടെ ഈ മരത്തിൽ നാട്ടപ്പെട്ടതോ സാരാംശത്തിൽ തന്നോട് സമനായിരിക്കുന്ന അനാദിയായ ദൈവത്തിൽ നിന്നുദിച്ച ദൈവപുത്രനാണ്. ആദാമിന്റെ വീഴ്ചയുടെ നാൾ മുതൽ ദൈവപുത്രൻ ഈ കുരിശിന്റെ പണി തുടങ്ങിയിരുന്നു. കൽഗുഹയിലെ പരുക്കൻ പ്രതലത്തിലേക്ക് ജനിച്ചു വീണപ്പോൾ കീറ്റശീലയിൽ പൊതിഞ്ഞ് അമ്മയുടെ മടിത്തട്ടിലിരുന്നപ്പോൾ എല്ലാം ആ കുരിശിന്റെ പണിയുടെ ഒരുക്കങ്ങളായിരുന്നു. ജനിച്ച അധികം വൈകാതെ മിസ്രയീം ദേശത്തിൽ പരദേശിയായി ഒളിച്ചു പാർത്തപ്പോൾ ആ പിഞ്ചു പൈതലിന്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടപ്പോൾ അവൻ ആ കുരിശ് ചുമന്ന് തുടങ്ങിയിരുന്നു. ഇങ്ങനെ തൻ്റെ ജീവിതത്തിലുടനീളം കർത്താവ് ഈ കുരിശിന്റെ നിർമ്മിതിയിൽ ആയിരുന്നു. ഇവിടെയാണ് ആ കുരിശിനെ അതിൻ്റെ പുറകിൽ നിന്ന് കാണുവാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രസക്തി. ഇനി നമുക്ക് ആ കുരിശിന്റെ ഒപ്പം ഒന്ന് മുന്നിലേക്ക് വരാം. യേശുവിൻ്റെ ഗത്സമനയിലേക്കുള്ള ആ യാത്ര. ഗത്സമേൻ എന്ന വാക്കിന് ഓയിൽ പ്രസ് അല്ലെങ്കിൽ ഒലിവ് ചക്ക് എന്നർത്ഥം. ഒലിവ് ചക്കിൽ അകപ്പെട്ട ഒരു ഒലിവ് കായ് പോലെ ഒരാൾ പൊടിയാൻ പോകുന്ന രാത്രി. ആ രാത്രിയിൽ യേശു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ഇത് കഷ്ടരാത്രിയാണ്, നിങ്ങളും എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഒരാളുടെ കഷ്ടങ്ങളിൽ മറ്റൊരാൾ ഉണർന്നിരുന്നത് കൊണ്ട് പ്രായോഗികമായി ചിന്തിച്ചാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർക്ക് അതൊരു ധൈര്യമാണ്. ആ ധൈര്യമാകുമെന്ന് വിചാരിച്ച് കൂടെ പോയവർക്ക് അവിടെ എന്ത് സംഭവിച്ചു? വലിയൊരു സങ്കട ചോദ്യത്തിലാണ് ആ ഒരു ഒലിവ് മരത്തോട്ടത്തിലെ പ്രാർത്ഥന അവസാനിച്ചത്. എന്തുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരുന്നില്ല 1 മണിക്കൂർ പോലും? ഒന്ന് ചെവിയോർത്താൽ നമുക്കിപ്പോഴും കേൾക്കാം ആ ചോദ്യം ആ കുരിശിൽ നിന്നും. വിയർപ്പ് തുള്ളികൾ രക്തമായി ഗത്സമേനയിൽ പതിക്കുമ്പോൾ തനിക്ക് കൂടെയിരിക്കുമെന്ന് കരുതിയവർ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന കാഴ്ചയിലും ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണെന്നറിഞ്ഞ് അവിടുന്ന് അത് ക്ഷമിച്ചു. എങ്കിലും കൂടെ പാർക്കുന്നവർ ക്ലേശങ്ങളിലൂടെ പോകുമ്പോൾ ഉണർന്നിരിക്കാതിരിക്കുന്നത് നമുക്കുള്ള നീതീകരണമല്ല. മനുഷ്യന്റെ വ്യസനങ്ങളുടെ നാഴികയിൽ ഒരു നാഴിക ഉണർന്നിരിക്കുവാൻ ഈ കുരിശ് നമ്മളെ ശക്തരാക്കട്ടെ. ഇനി നമുക്ക് ആ കുരിശിന്റെ മുൻപിലേക്ക് വരാം. മരണത്തോട് മല്ലടിച്ച് 6 മണി മുതൽ 9 മണി വരെ മനുഷ്യ നേത്രങ്ങൾക്ക് ഇരുണ്ടുപോയ ലോകത്തിന്റെ മുൻപിൽ ഇതാ പൂർണ്ണ ദൈവമായ മനുഷ്യപുത്രൻ കിടക്കുന്നു. ആ സമയം സൃഷ്ടിക്ക് ദർശിക്കുവാൻ സാധ്യമല്ലാത്തൊരു പ്രഭാവവും പ്രകാശവും ഒരുപക്ഷെ അവിടെ പരന്നിരിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു: കുരിശിൽ കിടക്കുന്ന അവനെ കണ്ടിട്ട് കാണാൻ വരുന്ന പുരുഷാരം മാറത്തടിച്ച് തിരിച്ചുപോയി. പിന്നെ അവൾ ഈ ലോകത്തിലെ തിരുക്കുകളിൽ അലിഞ്ഞു ചേർന്ന് കാണും. പല സന്ദർഭങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കുരിശുകൾ കാണുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? എങ്ങനെയാവണം നമ്മുടെ സമീപനം? ഈ പുരുഷാരത്തിന്റെ ചിന്താഗതിയാണോ നമുക്കും? രണ്ടാമത് പറയുന്നത് അവന്റെ കൂടെ വന്ന ശിഷ്യന്മാരെ കുറിച്ചാണ്. താബോർ മലയിൽ നിദ്രാവിവശരായിരുന്നിട്ടും ഉണർന്നിരുന്ന് ദൈവത്തിന്റെ മഹത്വം ദർശിച്ച ശിഷ്യന്മാരെ കുറിച്ച്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്തെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവർ അവരെന്തു ചെയ്തു? അവരവിടെ ദൂരെ പട്ടണവാതിക്കൽ മാറി നിന്നു. ഭയവും
ചിന്താഭാരവും അവരെ പിടികൂടിയിരിക്കാം. ദുഃഖഭാരങ്ങൾ അവരെ വലച്ചിരിക്കാം ആ രാത്രിയിൽ. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. മറ്റുള്ളവരുടെ കുരിശിൻ്റെ അടുത്ത് ചെല്ലാതെ, അതിനോട് പ്രതികരിക്കാതെ ചിലപ്പോഴെങ്കിലും ദൂരെ മാറി നിന്ന് പോകുന്നു. മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു വലിയ ദുഃഖം ഇതിനകത്ത് ചേർന്ന് നിൽക്കുന്നു. മനുഷ്യൻ്റെ ഏകാന്തതയിൽ, അവൻ്റെ ഒറ്റപ്പെടലിൽ ഉണർന്നിരിക്കുവാൻ മറന്നുപോയവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഈ ദുഃഖവെള്ളി. മൂന്നാമതായി നമ്മൾ കാണുന്നയാൾ ശതാധിപനാണ്. അന്യദേശക്കാരനായ 100 പടയാളികളുടെ സംഘ നേതാവായ ശതാധിപൻ. ഇരുണ്ടുപോയ ഭൂമിയും കീറിപ്പോയ ദേവാലയത്തിലെ തിരശ്ശീലയും പാറകൾ പൊട്ടിപ്പിളർന്ന് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പും കണ്ട് റോമാക്കാരനായ ശതാധിപൻ ആ കുരിശിന്റെ ചുവട്ടിൽ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു: ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. കുരിശിനോടുള്ള ഏറ്റവും നല്ല സമീപനങ്ങളിലൊന്ന് ആണിത്. എപ്പോഴൊക്കെ ഈ കുരിശിന്റെ ചുവട്ടിൽ നമ്മൾ എത്തുന്നുവോ അപ്പോഴെല്ലാം ആ കുരിശിന്റെ സാന്നിധ്യം ദൈവ സാന്നിധ്യമാണെന്ന ബോധം നമ്മിൽ ഉണ്ടാകുന്നുവെങ്കിൽ നമ്മൾ വിജയിച്ചു. അതുകൊണ്ട് കേവലം കുരിശിന്റെ ആകൃതിയിലല്ല, മറിച്ച് കുരിശിന്റെ സന്ദേശമാണ് നമ്മെ നയിക്കേണ്ടത്. ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ എന്ന സാക്ഷ്യപത്രവും. അനുതാപത്തിന്റെ കുമ്പസാരത്തിന്റെ നാളുകൾ കഴിഞ്ഞ് കുരിശിൻ ചുവട്ടിലെത്തിയ നമുക്ക് ഇത് ഞാനാകണം എന്നാഗ്രഹിക്കുന്ന ഒരാളെ അവിടെ കാണാം. അർഹിക്കുന്ന ശിക്ഷ മാത്രം കിട്ടി എന്ന് തിരിച്ചറിഞ്ഞ മാനസാന്തരത്തിന്റെ പശ്ചാത്താപത്തിന്റെ ദൃഷ്ടാന്തം നമുക്ക് കാണിച്ചു തന്ന വലതുഭാഗത്തെ കള്ളൻ. ഇതാ നമുക്കും ചേർത്ത് വയ്ക്കാവുന്ന ഒരപേക്ഷ ആ കുരിശിന്റെ മുന്നിൽ ആ കള്ളൻ സമർപ്പിക്കുന്നു. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ പാപിയായ എന്നെ കൂടി ഓർക്കണമേ എന്ന്. നമ്മുടെ ചിന്തകളിൽ പാപത്തിന്റെ തിരിച്ചറിവും നമ്മുടെ പ്രവൃത്തികളിൽ അതിൻ്റെ പ്രതിഫലനവും നടന്നില്ലെങ്കിൽ ഈ കുരിശിന്റെ അർത്ഥവും നമ്മിൽ തന്നെ നഷ്ടമായി പോകും. വേദനയോടെ കുരിശിൽ കിടന്ന മനുഷ്യപുത്രന് ആ കുരിശ് കൊടുക്കുന്ന ഏറ്റവും വലിയ ശക്തി എന്താണ്? ക്ഷീണിച്ചവശനായവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ചുരുക്കത്തിൽ മധ്യഭാഗത്തെ കുരിശിന്റെ ഏറ്റവും വിലപ്പെട്ട സമയമായിരുന്നു അത്. ക്രൂശുമരണത്തിന്റെ തീവ്രതയിലും ക്ഷമിക്കുവാനുള്ള മനസ്ഥിതി. ക്രിസ്തുവിന്റെ ഒരു അനുയായിക്ക് വേണ്ട അതുവരെ ഈ ലോകത്ത് കേൾവി പോലും ഇല്ലാത്ത ഒരു പുതിയ ചിന്തയുടെ, ഒരു മതത്തിന്റെ പിറവിയായിരുന്നു അത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന അപേക്ഷ. കുരിശിൽ കിടക്കുമ്പോൾ രക്തത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്ന മുൾമുടിയോ ആണിപ്പാടുകളോ അല്ലായിരുന്നു കർത്താവിന്റെ വേവലാതികൾ. പിന്നെയോ തൻ്റെ കുഞ്ഞിന്റെ മുൾക്കിരീടത്തിന് താഴെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്ന വേദനയോടെ നിൽക്കുന്ന കുരിശിന്റെ ചൂട്ടിൽ നിന്ന ആ സാധു സ്ത്രീ, ദൈവമാതാവ്. ഈ നിസ്സഹായ അവസ്ഥയിലും തൻ്റെ മാനുഷികമായ ഉത്തരവാദിത്വം ദൈവപുത്രൻ മറക്കുന്നില്ല. ഇതാ ഇവിടെ നമ്മുടെ കടമകളുടെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ താൻ ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യനോട് ഇങ്ങനെ പറയുന്നു: യോഹന്നാനേ, ഇതാ നിന്റെ അമ്മ. ബന്ധങ്ങൾ കാലമുണ്ടാകണമെങ്കിൽ, അത് ദൃഢമാകണമെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ആ കുരിശിന്റെ ചുവട്ടിൽ ഉടലെടുക്കണം. കുരിശ് വെറും ഒരു ആഭരണമായി മാറിപ്പോകാതെ അത് നമ്മുടെ ആശ്രയവും ജീവിതശൈലിയുമായി മാറട്ടെ.
അതിൻ്റെ തീഷ്ണതയിൽ ഉടലെടുത്ത മാതൃകയാകട്ടെ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും നമ്മുടെ ബന്ധങ്ങളും. മുൾക്കിരീടമണിഞ്ഞ യേശുവിൻ്റെ രൂപം ഒരു ഓർമ്മപ്പെടുത്തലാണ്. തന്നിൽ വിശ്വസിച്ച ഒരുവനും നശിച്ചു പോകാതിരിക്കാൻ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ഒരു പിതാവിൻ്റെ ഓർമ്മ. സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുരിശിലേക്ക് നടന്നുപോയ പുത്രൻ തമ്പുരാന്റെ ഓർമ്മ. സ്നേഹവും ക്ഷമയും ഒന്നിച്ച് ചേർത്തുണ്ടാക്കിയ കുരിശിന്റെ ഓർമ്മ. ക്രിസ്തു ലോകത്തിനേകിയ ഒരു സമവാക്യമാണത്. കുരിശ് സ്നേഹവും സഹനവും ചേർന്ന് രക്ഷ പ്രദാനം ചെയ്ത സമവാക്യം. നിയമാവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കുരിശിൽ മരിച്ചവൻ ശപിക്കപ്പെട്ടവൻ, ആകാശത്തിനും ഭൂമിക്കും വേണ്ടാത്തവൻ. അതുകൊണ്ട് തന്നെയാണ് സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ 3 ആണികൾ കൊണ്ട് അവനെ തറച്ചത്. എന്നിട്ടും പരിഭവം ഏതുമില്ലാതെ ക്ഷമയുടെ പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന് അനുതാപിയായ കള്ളന് സ്വർഗരാജ്യ വാഗ്ദാനവും നൽകിയാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ദൈവസ്നേഹത്തിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് ഈ കുരിശ്. നമ്മുടെ കള്ളത്തരങ്ങളുടെ നടുവിൽ പിന്നെയും പിന്നെയും ക്രൂശിക്കപ്പെടുവാൻ വിടാതെ ആ സ്നേഹത്തെ ചേർത്ത് നിർത്തുവാനുള്ള വലിയ ഉത്തരവാദിത്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ ദുഃഖവെളിയും. അവൻ്റെ ഏകാന്തതയുടെയും വിയർപ്പിൻ്റെയും കരച്ചിലിൻ്റെയും ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പൊള്ളുന്ന വഴികളിലൂടെ ധൈര്യമായി നടന്നു നീങ്ങാൻ നമുക്ക് സഹായകരമായി തീരട്ടെ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ വണങ്ങാം. സന്തോഷങ്ങളിൽ കൂടെ നടക്കുന്നവനും സങ്കടങ്ങളിൽ നമ്മളെ കൈകളിൽ ഏന്തുന്നവനുമായ ദൈവമേ, അനുതാപവും കരുണയും ഞങ്ങളെ വഴി നടത്തണമേ. നീ കുരിശിൽ വരച്ചിട്ട സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും രക്ഷയുടെയും സമവാക്യം പ്രാവർത്തികമാക്കാൻ നീ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിന്റെ വെളിച്ചം ഞങ്ങളുടെ ഉള്ളിൽ ഉഷസ് പോലെ നീ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ മുറിവുകൾക്ക് നീ വേഗത്തിൽ പൊറുതി വരുത്തണമേ. നിന്റെ നീതിയും മഹത്വവും ഞങ്ങൾക്ക് വഴികാട്ടണമേ. ദൈവമേ, നിന്റെ പ്രകാശം ഇരുളിലും ജ്വലിക്കണമേ. നീ ഞങ്ങളുടെ വിശപ്പടക്കുകയും അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളെ നനവുള്ള തോട്ടം പോലെയും പറ്റാത്ത നീറുവ പോലെയും ആക്കി തീർക്കണമേ. നീയാകുന്ന പ്രകാശധാരയിൽ എത്തിച്ചേരാൻ ഞങ്ങളുടെ നോമ്പിനെയും പ്രാർത്ഥനകളെയും നീ കൈക്കൊള്ളണമേ. എല്ലാറ്റിനും ഉപരി കാൽവരിയിൽ തൃപ്പാദത്തിൽ ചേർന്ന് നിൽപ്പാൻ നീ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു സ്മിത. സഹോദരിയെ പ്രത്യേകം പ്രാർത്ഥന ഓർക്കുന്ന കുടുംബത്തെയും